അങ്ങനെ ഇവിടെ ഈദിൻ്റെ 5 ദിവസത്തെ അവധി അവസാനിക്കുവാണേ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഈ അവധിക്ക്. അവധി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ വീട്ടിൽ പോയി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഹാപ്പിനെസ് ഉള്ള ഒരു അവധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ അവിടെ പോകുമായിരുന്നു. കാരണം സ്കൂൾ അവധിയാണല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പം ഈ അമ്മ വീടെന്ന് പറഞ്ഞാൽ അമ്മ വീടിനടുത്ത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കസിൻസും ഉള്ളത്. അമ്മ വീട്, തറവാട് വീട്, അതിനപ്പുറത്ത് മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്, അതിനപ്പുറത്ത് മൂത്ത ചേച്ചിയുടെ വീട്. അപ്പോൾ ഇവിടുത്തെ എല്ലാം പിള്ളേരും നമ്മളുമായിട്ട് ഏകദേശം ഒരേ പ്രായക്കാർ, എന്നുവെച്ചാൽ 1-2 വയസ്സിനൊക്കെ മൂപ്പമൊക്കെ ഉള്ളൂ. അപ്പം മനോജ് ചായൻ, ബൈജു ചായൻ, അപ്പു ഞങ്ങളുടെ ആങ്ങളമാരാണേ. അപ്പം ഞങ്ങളുണ്ട് അനിയത്തി പെൺപിള്ളേരാണല്ലോ. അപ്പോൾ അവിടെ ഇവർ നമുക്ക് ഇച്ചിരിയും കൂടെ മുൻഗണന തരും. നമ്മൾ ചെല്ലുമ്പം ഇവർ ചങ്ങാടം ഉണ്ടാക്കുവേ. ചങ്ങാടം എന്ന് പറഞ്ഞാൽ ഈ വാഴപ്പിണ്ടിയൊക്കെ വെച്ചിട്ട് എന്തോ കമ്പുമൊക്കെ വെച്ച് കെട്ടിക്കൂട്ടി, എനിക്കറിഞ്ഞുകൂടാ, എന്തോ ആണെങ്കിലും സംഭവം പൊളിയായിരുന്നു. എന്നിട്ട് ഞങ്ങളെ ആ വീടിൻ്റെ തൊട്ട് താഴേന്ന് തൊട്ട് തോടിൻ്റെ അവിടം വരെ ഒരു 2-3 റൗണ്ട് കൊണ്ടുപോകും. നല്ല രസമായിരുന്നു. വെള്ളത്തിൽ കൂടെ എത്ര പ്രാവശ്യം നമ്മളെയും കൊണ്ട് അങ്ങനെ കൊണ്ടുപോകുമെന്ന് പറയാം. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സംഭവമാണ്. പിന്നെ ചെറിയ തോതിലൊരു ഫീസ് ബൈജാൻ ഈടാക്കും. അതെന്നാന്ന് വെച്ചാൽ ബൈജാൻ്റെ വീട്ടിലൊരു കാളി ഉണ്ടായിരുന്നു, മൈന എന്ന് പറയത്തില്ലയോ, അതിന് വെഡിലെ പിടിച്ചു കൊടുക്കണം. അതാണ് ആ കാളിയുടെ ഫുഡ്. പിന്നെ പഴവും അതും ഇതൊക്കെ കൊടുക്കും. എന്നാലും ഞങ്ങളോട് ചോദിക്കുന്ന ഫീസ് അതായിരുന്നു. അപ്പോൾ അമ്മ വീട്ടിലെ ഒരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ് അത്. ഭയങ്കര സന്തോഷം. അതൊന്നും ഇന്നത്തെ പിള്ളേർക്ക് ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ യൂണിഫോമൊക്കെ ഞാൻ തേച്ച് റെഡിയാക്കി. അപ്പോൾ എൻ്റെ ബാഗും ആണ്ടിരിക്കുന്നു. നാളെ തൊട്ട് ബാഗും യൂണിഫോമും ഒക്കെ ഇട്ട് വീണ്ടും ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങണം.